അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മനക്കരുത്താണ് ലോകം മുഴുവനും സൗർമലയുടെ മുകളിൽ കണ്ടത്. പരിശുദ്ധമായ ഇസ്ലാമിനെ നല്ലതുപോലെ പ്രബോധനം ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോകുന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് 3 ദിവസം സൗർമല ഇടത്താവളമായി സ്വീകരിച്ചതും സൗർ ഗുഹയ്ക്കകത്തിരുന്നതും. ആ സമയത്ത് നബിതങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ശത്രുക്കൾ തേടി അവിടെ എത്തുന്നു. ഗുഹയുടെ പുറത്ത് അവർ നിൽക്കുന്നു. അവർ ഗുഹയ്ക്കകത്ത് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. ആരുടെ മനസ്സും ഒന്ന് പതറിപ്പോകുന്ന ഒരു നിമിഷം. ആർക്കും പെട്ടെന്ന് അവരുടെ മനസ്സിനെ വല്ലാതെ ഒരു പിരിമുറുക്കത്തിലാകുന്ന ഒരു ഘട്ടം, വല്ലാതെ ശത്രുക്കൾ കണ്ടുപോകുമോ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറുന്നൊരു നിമിഷം. അവിടെയാണ് ലോകത്തിൻ്റെ നായകരായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അടങ്ങാത്ത അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള യഖീനും അള്ളാഹുവിലുള്ള തവക്കുലും. അതുകൊണ്ട് തന്നെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏറ്റവും ഉന്നതരായ അള്ളാഹുവിൻ്റെ അടിമയായി തിരഞ്ഞെടുത്തത്. നിങ്ങൾ നോക്കൂ, ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നബിയെ, അവർ ഗുഹയുടെ പുറത്തുണ്ട്, അവരുടെ കയ്യിലെല്ലാം വാളുണ്ട്. അവരെ ഏറ്റവും വലിയ അഗ്രസീവായ, അങ്ങേയറ്റം ദേഷ്യവും അങ്ങേയറ്റം പകയും വിദ്വേഷവും നിറച്ചു നിൽക്കുന്ന ശത്രുക്കളാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അതിലേറെ അവർ ഗോത്രക്കാരും അവർ നേതാക്കളും പരസ്പരം കൂടി തീരുമാനിച്ചിട്ടാണ് വന്നത് എങ്ങനെയും വധിക്കണമെന്ന്. മാത്രമല്ല, നബിതങ്ങളുടെ വീട്ടിന്റെ ചുറ്റുഭാഗത്തും പാതിരാത്രി കൂടിയിരുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കണ്ണിൽപ്പെടാതെ ഇറങ്ങി പുറപ്പെട്ടത് അവർ പരസ്പരം പറയുന്ന അവർ കബളിപ്പിക്കപ്പെട്ടതുപോലെ അതിനുള്ള വല്ലാത്ത ഈർഷ്യതയുമുണ്ട്. അങ്ങനെയുള്ള ശത്രുക്കളാണ് ഗുഹയുടെ പുറത്ത് നിൽക്കുന്നത്, ഒരു ഭിത്തിക്കിപ്പുറത്ത് നിൽക്കുന്നത്. അവരുടെ ലക്ഷ്യം ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങി കാണല് തന്നെയാണ്. അപ്പോൾ അവർ ഗുഹയ്ക്കകത്ത് ഇറങ്ങും എന്നുറപ്പാണ്. മാത്രമല്ല, നമുക്ക് ഗുഹയ്ക്കകത്ത് ഇറങ്ങി നോക്കാമെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. ഈ ആശങ്ക വല്ലാതെ ഹൃദയത്തിനെ പിടിച്ചലയ്ക്കുന്ന സമയത്താണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നബിയെ, അവരവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുകയില്ലേ എന്ന്. ആ സമയത്താണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അള്ളാഹുവിലുള്ള അദമ്യമായ, അവാച്യമായ, അനുപമമായ ഒരു വിശ്വാസത്തിന്റെ ദാർഢ്യത മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകളിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങ് വിഷമിക്കേണ്ടതില്ല, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. ഇന്ന മഅനാ അല്ലാഹ് എന്നല്ല പറഞ്ഞത്, ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു മഅനാ, നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ ഗുഹയ്ക്കകത്തിരിക്കുന്ന 2 പേരെ പറ്റി അങ്ങയുടെ ധാരണ എന്താണ്? വസാലിസുനാ അല്ലാഹ്. ഗുഹയ്ക്കകത്തിരിക്കുന്ന നമ്മൾ 2 പേരെ പറ്റി അങ്ങയുടെ ധാരണ എന്താണ്? നമ്മിൽ 3ാമതായി അള്ളാഹു ഇല്ലേ എന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട്, സുസ്മേരവദനായിക്കൊണ്ട്, യാതൊരു ഭയാശങ്കയുമില്ലാതെ സ്ഥൈര്യത്തോടുകൂടി അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടിയുള്ള മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാക്കാണ് ലോകത്തിന് മുഴുവൻ, എത്രയോ ചരിത്രകാരന്മാർ, ലക്ഷണന്മാർ, എത്രയോ ഡിപ്ലോമാറ്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഒറ്റ വാക്കിനെ വല്ലാതെ അഭിനന്ദിക്കുന്നുണ്ട്, വല്ലാതെ എടുത്തു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മനോധൈര്യവും അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസവും അത് തന്നെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റു നബിമാരിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും വ്യതിരിക്തനാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തുനബി തങ്ങളുടെ ചാണോട് ചാൺ മുഴത്തോട് മുഴം പിൻപറ്റി ജീവിച്ച് ആ തങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ, വിശ്വാസത്തിൽ അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.